നമസ്കാരം, ഞാൻ പ്രശാന്ത് ദിവാകർ. കയ്യൊപ്പിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ക്യാൻബറ മലയാളികളുടെ ആത്മാവിഷ്കാര സാധ്യതയിൽ കയ്യൊപ്പ് എന്നും മുന്നിലുണ്ടായിരുന്നു. ഈ വർഷം കയ്യൊപ്പിൻ്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തുടങ്ങുകയാണ്, ഒരു വീഡിയോ മാഗസിൻ. ഓസ്ട്രേലിയയിലേക്കുള്ള കുടിയേറ്റത്തിൻ്റെ സമീപകാല ചരിത്രം ആരംഭിക്കുന്നത് 1700-കളിലാണ്. കൃത്യമായി പറഞ്ഞാൽ ജനുവരി 26, 1788. അന്നാണ് ക്യാപ്റ്റൻ ആർതർ ഫിലിപ്പിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ആദ്യ കപ്പൽ ഓസ്ട്രേലിയൻ തീരത്തെത്തുന്നത്, സിഡ്നിയിലെ ബോട്ടണി ബേ എന്നുള്ള സ്ഥലത്ത്. ഈ കപ്പലിൽ ഇന്ത്യക്കാരുണ്ടായിരുന്നു, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ നിന്നുള്ളവരുണ്ടായിരുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. എന്നാൽ ഇന്ത്യയുടെ ഓസ്ട്രേലിയയുമായിട്ടുള്ള ബന്ധം അതിനും വളരെയേറെ വർഷങ്ങൾക്ക് മുമ്പേ തുടങ്ങിയിരുന്നു എന്നാണ് ചരിത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അതിവേഗം വളരുന്ന ഒരു മലയാളി സമൂഹമാണ് ക്യാൻബറയിലെ സമീപകാല ചരിത്ര കാഴ്ച. ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് കയ്യൊപ്പ് ഓസ്ട്രേലിയയിലേക്കുള്ള മലയാളി കുടിയേറ്റത്തിൻ്റെ ചരിത്രം അന്വേഷിക്കുന്നത്. ഈ ചരിത്രം വിശദമായി പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ തന്നെ ഇന്ന് ആളുകളുണ്ട്, ഈ ക്യാൻബറയിൽ തന്നെയുണ്ട്. അവരിലേക്ക് വിശദമായി. 1776 അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ശേഷം അമേരിക്കയിലേക്ക് കുറ്റവാളികളെ നാടുകടത്താൻ നിർവാഹമില്ലാത്ത സാഹചര്യമായിരുന്നു ബ്രിട്ടനിൽ. കുറ്റവാളികൾക്കായുള്ള മറ്റൊരു തടങ്കൽ സ്ഥലത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ് ഓസ്ട്രേലിയ എന്ന രാജ്യത്തിലേക്കുള്ള കുടിയേറ്റത്തിന് കാരണമായി തീരുന്നത്. തടവു പുള്ളികൾക്കായുള്ള ഒരു തടങ്കൽ സ്ഥലം എന്നതിലുപരി ജപ്പാൻ, റഷ്യ എന്നീ രാജ്യങ്ങളുമായിട്ടുള്ള വ്യാപാര ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ഈ അധിനിവേശ പ്രദേശം സഹായിക്കുമെന്ന് ബ്രിട്ടൻ കണക്കുകൂട്ടി. 1030ഓളം ആളുകളെയും വഹിച്ചുകൊണ്ട് ഗവർണർ ആർതർ ഫിലിപ്പിന്റെ കപ്പലുകൾ 252 ദിവസത്തെ യാത്രയ്ക്ക് ശേഷമാണ് ഓസ്ട്രേലിയയിലെ ബോട്ടണി ബേയിൽ എത്തിച്ചേർന്നത്. അവിടെ ആരംഭിച്ചത് ഒരു കുടിയേറ്റ സമൂഹത്തിന്റെ ശരികളും ശരികേടുകളും നിറഞ്ഞ ഒരു യാത്രയായിരുന്നു. ഓസ്ട്രേലിയ എന്ന ആധുനിക രാജ്യസങ്കല്പത്തിന്റെ പൂർത്തീകരണത്തിനായുള്ള യാത്ര. ഓസ്ട്രേലിയൻ തലസ്ഥാനമായ ക്യാൻബറയുടെ ചരിത്രവും ഏറെ പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഓസ്ട്രേലിയയുടെ തലസ്ഥാനം എന്നത് മെൽബൺ, സിഡ്നി എന്നീ മഹാനഗരങ്ങൾ തമ്മിലുള്ള തർക്കവിഷയമായി മാറിയപ്പോൾ ഇരു നഗരങ്ങൾക്കും മധ്യേയുള്ള കംബേര എന്ന സ്ഥലം തലസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 1913 മാർച്ച് 12 ഈ സ്ഥലം ക്യാൻബറ എന്ന് നാമകരണം ചെയ്യപ്പെട്ടു. ചിക്കാഗോ ആസ്ഥാനമായി പ്രവർത്തിച്ചിരുന്ന സർ വാൾട്ടർ ബേർലി ഗ്രിഫിൻ ആണ് ഈ നഗരം രൂപകൽപ്പന ചെയ്തത്. ഒരു മെട്രോ നഗരത്തിന്റെ ബാഹ്യമോടികളില്ലാത്തതും എന്നാൽ ഒരു ഗ്രാമത്തിന്റെ ചാരുത അനുഭവിപ്പിക്കുന്നതുമായ ഈ നഗരത്തിന്റെ ചരിത്രം കുടിയേറ്റങ്ങളുടെ ചരിത്രം കൂടിയാണ്. ഈ ചരിത്ര നിർമ്മിതിയിൽ ഇന്ത്യൻ കുടിയേറ്റത്തിന്, പ്രത്യേകിച്ച് മലയാളി കുടിയേറ്റത്തിന് നിർണായകമായ ഒരു പങ്കുണ്ട്. മലയാളി കുടിയേറ്റത്തിന്റെയും സംഘടനാ പ്രവർത്തനങ്ങളുടെയും ചരിത്രാന്വേഷണമാണ് ഈ ലക്കത്തിൽ കയ്യൊപ്പ് നടത്തുന്നത്. സിഡ്നിയിൽ ആദ്യം വരുന്നത് 1976 മെയിലാണ്. ആ വർഷം ജൂൺ, ജൂലൈ അറൗണ്ട് ദാറ്റ് ടൈം അന്നാണ് ആദ്യമായിട്ട് സിഡ്നിയിലൊരു മലയാളി ഗെറ്റ് ടുഗദർ ഓർഗനൈസ് ചെയ്യുന്നത്. 76 അന്ന് അവർ വി ഹാഡ് എ ഗെറ്റ് ടുഗദർ അബൌട്ട് ഒരു 15 ഫാമിലി ഉണ്ടായിരുന്നു അന്ന്. സോ അവർ ഗെറ്റ് ടുഗദർ ആക്കി അന്ന് തീരുമാനിച്ചു വി ഷുഡ് ഹാവ് എ group get together and a function. The first function was a Onam function. അത് കഴിഞ്ഞ് ക്രിസ്മസ്. Then it became a regular activity and then association കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഫോം ചെയ്തു. I think till about 76-80 വരെ വലിയ കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം there has been
some politics inside, and then it went lapsed for a few years. Now then they started off again, and I can't remember which year was it. I think after 90 they became an incorporated organization. അതാണ് സിഡ്നിയിലത്തെ ഹിസ്റ്ററി. ഞങ്ങൾ സിഡ്നിയിൽ ഉണ്ടായിരുന്നത് 1991 വരെ ഞങ്ങളുണ്ടായിരുന്നു. 91 ആയപ്പോഴാണ് ഞാൻ 90 I came to Australia, to Canberra. എയർപോർട്ടിൽ നിന്ന് ഒരു ടാക്സി വിളിച്ച് ടാക്സിയിൽ പോകുന്ന സമയത്ത് നമ്മളെ ആൻസാക് പരേഡൊക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. അവിടെ എത്തിയപ്പോൾ ടാക്സി ഡ്രൈവർ പറഞ്ഞ് ദാറ്റ്സ് കാൻബറ സിറ്റി. ഞാൻ പറഞ്ഞു where is Canberra city? So there was the tip of couple of buildings there, that's all, and that he said is Canberra city. Yes. ഞാൻ വരുന്നത് മുംബൈന്ന് 14 million people, and അവിടുന്ന് ഇവിടെ വന്നപ്പോൾ ഇവിടെ 75,000 ആയിരുന്നു തോന്നുന്നു ആ സമയത്തുള്ള ഇവിടുത്തെ പോപ്പുലേഷൻ, കാൻബറ പോപ്പുലേഷൻ. ഈ സൗത്ത് സൈഡിലെ സബബ് ഈ ഗൗരി ടഗർനോങ് ഏരിയ അതൊന്നും ഉണ്ടായിട്ടില്ല ആ സമയത്ത്. ടഗർനോങ് ഏരിയ ഉണ്ടായിരുന്നു, പക്ഷേ നോ ഷോപ്പിംഗ് സെൻറ്റർ, നോ ഷോപ്പിംഗ്, പിന്നെ ഇത്രയധികം സബേബ്സ് അതൊന്നും ഉണ്ടായില്ല. പിന്നെ കാൻബറ സിറ്റി പറഞ്ഞാൽ 2 മെയിൻ ബിൽഡിംഗ് ഉണ്ടായിരുന്നു, സിഡ്നി ബിൽഡിംഗ് ആൻഡ് മെൽബൺ ബിൽഡിംഗ്. പിന്നെ നോർത്ത് ബോൺ അവന്യൂവിൽ കുറച്ച് ബിൽഡിംഗ് ഉണ്ടായിരുന്നു. അത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ കാൻബറ സിറ്റി പറയുന്നത്. പിന്നെ കാൻബറ സെൻറ്റർ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ ഇത്ര വലിപ്പം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അതിൻ്റെ പേര് മറന്നുപോയി. ഗറിമ പ്ലേസ് ഉണ്ടായിരുന്നു. പിന്നെ ഡേവിഡ് ജോൺസിൻ്റെ സ്റ്റോർ അതേമാതിരി തന്നെ ഉണ്ട്, ഇപ്പോഴും അതേമാതിരി തന്നെ ഉണ്ട്. പക്ഷേ കാൻബറ സെൻറ്റർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. അതൊക്കെ വന്നത് പിന്നെ വന്നതാണ്. ആ ഏരിയ മുഴുവൻ കാൻബറ സെൻറ്ററിൻ്റെ ഏരിയ ഒക്കെ കാപ്പാക്കായിരുന്നു ആ സമയത്ത്. ഈ മെൽബൺ ബിൽഡിംഗ് കഴിഞ്ഞാൽ പിന്നെ നോർത്ത് ബോൺ അവന്യൂ പിന്നെ ഒന്നുമില്ല. പിന്നെ ഡിക്സൺ എത്തുന്നവരെ നിങ്ങൾക്ക് വേറെ സബേബ്സ് അതൊന്നുമില്ല. അതിലിടക്ക് കുറച്ച് മറ്റേ ഫ്ലാറ്റ്സും അതും ഇതൊക്കെ കാണാൻ പറ്റും, അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ there was no Malayali get together. I think there was Thomas, Danny and the father used to have a occasional prayer meeting. അതിനകത്ത് ജെറി ആൻഡ് ഡാനീസ് ഫാദർ were involved മാത്രം അറിയാം. അങ്ങനെ they invited me, എങ്ങനെയുണ്ടോ നിൽക്കുന്നത്, I don't know how they got me, invited me for a Christmas അവരുടെ വീട്ടിൽ വെച്ച്. they had a Christmas dinner പോലെ get together on the Christmas day. അന്ന് ഞാൻ ആദ്യമായിട്ട് ഫാദർ കോച്ചേരി മീറ്റ് ചെയ്യുന്നത്. he also landed around the same time as I came to Canberra. I came in May. He also came around the same time. അന്നത്തെ അച്ഛനെ മീറ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. വെച്ചാൽ മായും പിള്ളേരും സിഡ്നി തന്നെയാണ്. സോ വി ബിക്കേം ഗുഡ് ഫ്രണ്ട്സ്. അപ്പോൾ അച്ഛൻ ഡിസൈഡഡ് ടു ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് ദി മലയാളീസ്. അങ്ങനെയാണ് ഹീ ആക്ച്വലി ഗോട്ട് ദി ലിസ്റ്റ് ഓഫ് ഓൾ ദി മലയാളീസ് ടുഗെദർ. ആൻഡ് ദെൻ അച്ഛനാണ് ആദ്യമായിട്ടൊരു ഓണം ഓർഗനൈസ് ചെയ്തത്. 1990കളുടെ അവസാന പാദത്തോടെ ശക്തമായ മലയാളി കുടിയേറ്റത്തിന് ആക്കം കൂട്ടിയത് നഴ്സിംഗ് പ്രൊഫഷനിൽ ജോലി ചെയ്യുന്നവരുടെ കുടിയേറ്റമാണ്. കാൻബറ ഹോസ്പിറ്റൽ, കാൽവരി ഹോസ്പിറ്റൽ, ജോൺ ജെയിംസ് ഹോസ്പിറ്റൽ എന്നീ ആശുപത്രികളിലായാണ് ഏറിയ പങ്കും നഴ്സുമാർ സേവനമനുഷ്ഠിക്കുന്നത്. ഞാൻ വരുന്ന സമയത്ത് അന്ന് ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ഇമിഗ്രേഷൻ വാസ് ഡിഫിക്കൽട്ട്. ബിക്കോസ് ഞാൻ ഓൾറെഡി ഉള്ളതുകൊണ്ട് ഐ ഹാഡ് രജിസ്ട്രേഷൻ. അല്ലെങ്കിൽ ആ സമയം ദാറ്റ് വാസ് എ ടഫസ്റ്റ് ടൈം ഈ ഇന്ത്യൻ ഡോക്ടേഴ്സിന് വരാനായിട്ട്. സോ അല്ലാതെ ഈ അന്ന് ആ സമയം ബിറ്റ്വീൻ ഏർലി 80s to 90s ദി ഡോക്ടേഴ്സിൻ്റെ നമ്പേഴ്സ് കൂടില്ലെന്ന് പറഞ്ഞിട്ട് ദി എക്സാം വാസ് റിയലി ഡിഫിക്കൽട്ട്. അന്ന് നമ്മുടെ നഴ്സിംഗ് അധികം പേരും വന്നിട്ടില്ല. പക്ഷേ there was a batch of nurses who came in early 70s വന്ന കുറേ പേര് സിഡ്നിയിലുണ്ട്. പക്ഷേ ഐ ഡോണ്ട് തിങ്ക് എനിബഡി കെയിം ടു കാൻബറ അന്ന്. പക്ഷേ പിന്നെ ഇപ്പോഴാണ് നമ്മൾ കേരളത്തിൽ നിന്നുള്ള നഴ്സിംഗ് വരുന്നത്. ഇറ്റ്സ് ഓൺലി ഇൻ ദ ലാസ്റ്റ് 3 to 5 years. അതുവരെ വന്നിട്ടില്ല കേരളത്തിൽ നിന്ന്. അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കാൻബറ മലയാളി കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ ഏകദേശം 1000-ലേറെ അംഗങ്ങളുണ്ട്. മലയാളം ക്ലാസ്, കപ്പ കപ്പ്, ബാഡ്മിൻ്റൺ കോമ്പറ്റീഷൻ
കൾച്ചറൽ നൈറ്റ്, ഓണം, ക്രിസ്മസ് തുടങ്ങിയ പരിപാടികളിലൂടെ കാൻബറ മലയാളി അസോസിയേഷൻ ഈ കമ്മ്യൂണിറ്റിയിൽ സജീവമായി പ്രവർത്തിക്കുന്നു. ബിജോയ് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ് നമുക്കൊരു കപ്പ കപ്പ് തുടങ്ങണം. കപ്പ കപ്പ് തുടങ്ങണമെന്ന് പറഞ്ഞ് ഇത് ബിജോയിൻ്റെ വീട്ടിലേക്ക് ഒരു ദിവസം ഇമാനുവലും ഞാനും കൂടെ പോയി. അപ്പോൾ അവിടെ പോയ സമയത്ത് അന്ന് അവിടെയായിരുന്നു മീറ്റിങ്. ആ മീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ട് മീറ്റിങ്ങിന് എന്താ അനിൽ ഗോപിനാഥൻ ഉണ്ടായിരുന്നു, പിന്നെ ബെൻസൺ, വേറെ ആരൊക്കെയാണ്, നമ്മളങ്ങനെ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു അവിടെ. അപ്പോൾ അന്ന് തീർച്ചയായും ഒരു കപ്പ കപ്പ് അന്ന് തുടങ്ങിയത് സൗത്ത് ആൻഡ് നോർത്ത്, സൗത്ത് അഗെയിൻസ്റ്റ് നോർത്ത്, സോ 2 teams. അപ്പോൾ അത് ചെയ്തിട്ട് അതാണ് എൻ്റെ സ്റ്റാർട്ടിങ്, ഈ ഫുട്ബോളിൻ്റെ സ്റ്റാർട്ടിങ്. I was a football player, okay, that is my game, and there is no question about that. If anything is very serious about in my life, that is football. And I want Malayalis, somebody, anybody, any kid, just come up and play for this national team. And I want a team, a Malayali team, to play in at least in the ACT league. And I become very passionate when you talk about the football and the team and our team performing in the ACT league. I told so many of them that they should play, we should organize a team, we should get a team, and as long as I can do it, I will coach them. I'll impart my experience with them and give them all the, all the tips, everything what I can teach them, and if they are willing to take it, willing to accept it. ഈ ചെറു മലയാളി സമൂഹത്തിന്റെ അർത്ഥപൂർണമായ ജീവിത ചിത്രങ്ങൾ ചരിത്ര പശ്ചാത്തലത്തിൽ നോക്കിക്കാണുവാൻ മാത്രമാണ് ഈ പരിപാടിയിലൂടെ കയ്യൊപ്പ് ശ്രമിച്ചിരിക്കുന്നത്. ഒപ്പം ഭാവിയിലെ ചരിത്രാന്വേഷിക്ക് മുന്നിൽ കുടിയേറ്റത്തിന്റെ ജീവിത സാക്ഷ്യങ്ങളായി നിൽക്കാൻ അർഹതയുള്ള ചിലരെ പരിചയപ്പെടുത്തുക എന്ന ധർമ്മവും. ചരിത്രത്തിൽ നിന്നിനി മണ്ണിൻ്റെയും പച്ചപ്പിൻ്റെയും കാഴ്ചകളിലേക്കാണ്. കാൻബറയുടെ ഈ ഊഷരമായ മണ്ണിലും തങ്ങളുടെ കഠിനാധ്വാനം കൊണ്ട് പൊന്നു വിളയിച്ച ശ്രീ വിജയ് സാഗറും ശ്രീ ഇബ്രാഹിം കുട്ടിയും മഴയും വെയിലും ഒന്നും തന്നെ പാഴാക്കാതെ കാലാവസ്ഥാ രീതികൾക്കനുസരിച്ച് വളരെ നല്ല പച്ചക്കറി തോട്ടങ്ങൾ ഒരുക്കിയ ആ 2 പേരുടെ കാഴ്ചകളിലേക്ക് നീ കടന്നു ചെല്ലാം. ചെറുതെങ്കിലും സുന്ദരം. ഒറ്റ വാക്കിൽ ശ്രീ ഇബ്രാഹിം കുട്ടിയുടെ കൃഷിത്തോട്ടത്തെ അങ്ങനെ വിശേഷിപ്പിക്കാം. ഏകദേശം 17 വർഷത്തോളമായി ഇബ്രാഹിം കുട്ടി തന്റെ അടുക്കളത്തോട്ട കൃഷി തുടങ്ങിയിട്ട്. തഴച്ചു വളർന്നു നിൽക്കുന്ന കറിവേപ്പിൻ ചെടികളാണ് നമ്മുടെ ശ്രദ്ധയെ ആദ്യം ആകർഷിക്കുന്നത്. 17 വർഷം പ്രായമായ കറിവേപ്പിൻ ചെടി മുതൽ ചെറു തൈകൾ വരെ ഇദ്ദേഹത്തിന്റെ തോട്ടത്തിൽ കാണാം. കാൻബറയിലെ ഒട്ടനവധി മലയാളികൾക്ക് കറിവേപ്പിൻ തൈ നൽകിയത് ഇദ്ദേഹമാണ്. പിന്നെ ഞാൻ വളർത്തുന്നത് വേറൊരു തൈയാണ് കറിവേപ്പില. എൻ്റെ ഇവിടെയുള്ള ഞാൻ ചട്ടിക്കകത്താണ് അത് വളർത്തുന്നത്. കാൻബറയിൽ വെതറിൽ തറയിൽ വെച്ച് കഴിഞ്ഞാൽ അത് വളരത്തില്ല. എൻ്റെ ഇവിടെയുള്ള കറിവേപ്പില തൈയുടെ ഇപ്പോഴുള്ളതിന് 17 കൊല്ലത്തെ പ്രായമുണ്ട്. അത് ചട്ടിക്കകത്താണ് വളർത്തുന്നത്. അത് ഇപ്പോൾ 17 കൊല്ലം മുമ്പ് തുടങ്ങിയത്, ഇപ്പോഴും ഞാനത് ആ തൈ എൻ്റെ കയ്യിലുണ്ട്. പിന്നെ അത് കറിവേപ്പില നമ്മൾ പുതിയ തൈ ഉണ്ടാക്കുന്നത്, ഞാനും ഉണ്ടാക്കുന്നത് അതിൻ്റെ സീഡിൽ നിന്ന് എടുത്തിട്ടാണ്. അത് വളർന്ന് ഞാനത് സീഡ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് പഴുത്ത് കഴിഞ്ഞാൽ അത് എടുത്തിട്ട് ഞാൻ ചെറിയ ചട്ടിയിൽ സീഡ് റൈസ് മിക്സിൽ ഇട്ടിട്ട് മുളപ്പിച്ചെടുക്കും. മുളപ്പിച്ചെടുത്ത് നമ്മുടെ സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നവർക്കൊക്കെ ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ വളരെ കെയർഫുള്ളായിട്ട് വളർത്തേണ്ട ഒരു ഡെഡിക്കേറ്റഡ് ഒരു സാധനമാണ് കറിവേപ്പില. നമ്മൾ പിള്ളേരെ നോക്കുന്നത് മാതിരി വളരെ കെയർഫുള്ളായിട്ട് നോക്കിയില്ലെങ്കിൽ അത് സർവൈവ് ചെയ്യത്തില്ല. അത് വിൻ്ററിൽ അതിനെ ഫ്രോസ്റ്റിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യണം.
അതിന് വളരെ കുറച്ച് വെള്ളം മാത്രമേ കൊടുക്കാവുള്ളൂ. അതുപോലെ ഫീഡ് ചെയ്യാൻ പാടില്ല, ഫെർട്ടിലൈസറൊന്നും ഇട്ട്. ഓവർ ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചത്തുപോകും. സമ്മറിലാണെങ്കിൽ ഫുൾ സണ്ണിൽ അതിനെ വെക്കുകയും നന്നായിട്ട് വെള്ളം ഒഴിക്കുകയും നന്നായിട്ട് ഫീഡ് ചെയ്യുകയും ചെയ്യണം. നമുക്ക് ഫീഡ് ചെയ്യുന്ന പറഞ്ഞാൽ അതിന് എന്തെങ്കിലും ഓർഗാനിക് ഫെർട്ടിലൈസറോ ഒക്കെ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ചാണകപ്പൊടി സാധാരണ ഉപയോഗിക്കാറുണ്ട്. പിന്നെ അതിന് സാധാരണ ഞാൻ വളർത്തുന്ന വലിയ കീടങ്ങളൊന്നും അതിനൊക്കെ സാധാരണ കണ്ടിട്ടില്ല. ഒരു ബഗ്ഗുമായി ഒരു സാധനം ചിലപ്പോൾ അതിൻ്റെ ലീഫിൻ്റെ അടിയിൽ വരും. സാധാരണ വരുന്നതാണ്, ഞാൻ മരുന്ന് ഒഴിക്കാറില്ല, ചിലപ്പോൾ അത് കൈകൊണ്ടെടുത്ത് കളയുകയുള്ളൂ. ആവുന്നത് ഞാൻ പെസ്റ്റിസൈഡ് ഉപയോഗിക്കാതിരിക്കും, പക്ഷേ ഞാൻ ഫെർട്ടിലൈസർ ഉപയോഗിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കെയർഫുള്ളായിട്ട് ചെയ്തില്ലെങ്കിൽ അത് വളരുന്ന സാധനമല്ല. നമ്മൾ മലയാളികൾ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് കറിവേപ്പില. അത് ആരും ആഗ്രഹിച്ചു പോകുന്നതാണ് വളർത്താനായിട്ട്. അതുപോലെ തന്നെ ഞാനും അതുപോലെ തുടങ്ങിയതാണ്, പക്ഷേ ഇപ്പോഴും ഞാനത് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. കറിവേപ്പ് കൂടാതെ റോക്ക് മെലൻ, അത്തിപ്പഴം, പാവൽ, ചൈനീസ് പയർ, നാടൻ പയർ, മുളക്, തക്കാളി എന്നിവയും ഇബ്രാഹിം കുട്ടി കൃഷി ചെയ്യുന്നു. പച്ചക്കറികളുടെ കൂട്ടത്തിൽ എടുത്തു പറയേണ്ടത് ലോങ് മെലൻ അഥവാ ചൈനീസ് മെലനെ കുറിച്ചാണ്. 8 മുതൽ 10 കിലോ വരെ തൂക്കം വരുന്ന ഈ മെലൺ സുലഭമായുണ്ട് ഈ തോട്ടത്തിൽ. ഞാൻ പിന്നെ ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്ന വളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പോസ്റ്റ്. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന കമ്പോസ്റ്റ് തന്നെ വളമായിട്ട് ഉപയോഗിക്കും. ചെടിച്ചട്ടിയിലൊക്കെ നന്നായിട്ട് ഇടും. അത് ഞാൻ ഉപയോഗിക്കുന്നത് വീട്ടിൽ ഉപയോഗിക്കുന്ന വെജിറ്റബിൾസിൻ്റെ കട്ടിങ്സ് കംപ്ലീറ്റ് സാധനവും ഞാൻ ഇതിനകത്ത് കോമ്പോസ്റ്റിനകത്ത് പോകും. അത് കോമ്പോസ്റ്റ് ബിന്ന് 2 ബിന്നുണ്ട്. ആ ബിന്ന് ഞാൻ $30 എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ബണ്ണിങ്സ് പോലുള്ള കടകൾ കിട്ടും. അത് കൊണ്ട് നമ്മൾ യാർഡിലൊരു അധികം ചൂടില്ലാത്ത സ്ഥലത്ത് വെച്ചിട്ട് അത് നമ്മൾ ഇങ്ങനെ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളുടെ എല്ലാ കട്ടിങ്ങും അതിനകത്ത് ഒഴിവാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിയുടെ തൊലിയും നാരങ്ങയുടെ പീലും ഓറഞ്ചിൻ്റെ പീലും നമ്മൾ അവോയ്ഡ് ചെയ്യുക. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അസിഡിക് ആയതുകൊണ്ട് അതിന് ഈ എന്തോ ഒരു പ്രോബ്ലം ഉണ്ട്, മറ്റേ ഈ മണ്ണരയുടെ ഇത് മണ്ണര വളമായിരിക്കും. അതുകൊണ്ട് അത് ഒഴിവാക്കും. ബാക്കിയുള്ള സാധനം മുട്ടത്തോട് അതുപോലുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ കമ്പോസ്റ്റായിട്ട് ഉപയോഗിക്കും. അത് നമ്മൾ കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾ കട്ടിങ്സൊക്കെ അതിനകത്ത് കൊണ്ടിടും. അത് കൂടാതെ കുറേ മണ്ണും കുറേ പച്ചിലയും കൂടെ നമ്മൾ വെട്ടിയിടും സമയങ്ങൾ ഇട്ട് ഉള്ളതനുസരിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അത് മോയ്സ്റ്റ് ചെയ്ത് കൊടുക്കും. അതുകൂടാതെ അത് പിന്നെ എയറേറ്റ് ചെയ്ത് കൊടുക്കണം, എന്നാലേ ഇത് പെട്ടെന്ന് ഡീകമ്പോസ് ചെയ്ത് ഇതാവത്തുള്ളൂ. അത് ഫില്ലാവുന്നതനുസരിച്ചിട്ട് ഒരു 4-5 മാസം കൊണ്ട് അത് ഡീകമ്പോസ് ചെയ്ത് കിട്ടും. ഒരു ബിന്ന് നിറഞ്ഞു കഴിയുമ്പോൾ ഞാൻ അടുത്ത ബിന്നിൽ തുടങ്ങും. എന്നിട്ട് മറ്റേ ബിന്ന് ഒരു 2 മാസം വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇതാക്കും. അത് നമുക്ക് അടുത്ത് മണ്ണിൽ ഉപയോഗിക്കുകയും ചെയ്യാം. ഏകദേശം 17 വർഷം മുമ്പ് സിഡ്നിയിലെ ക്യാമ്പൽ ടൗണിലുള്ള ചെറിയ യൂണിറ്റിന്റെ ബാൽക്കണിയിൽ ആരംഭിച്ച കൃഷി അതേ താല്പര്യത്തോടുകൂടി ഇപ്പോഴും ഇബ്രാഹിം കുട്ടി തുടരുന്നു. പാമേഴ്സ്റ്റണിൽ താമസിക്കുന്ന അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾക്ക് കയ്യൊപ്പിന്റെ എല്ലാവിധ ആശംസകളും. കയ്യൊപ്പ് ഇനി കടന്നു ചെല്ലുന്നത് ഫ്ലോറിയിൽ താമസിക്കുന്ന ശ്രീ വിജയ് സാഗറിന്റെ അടുക്കളത്തോട്ടത്തിലേക്കാണ്. പഴുത്തു കിടക്കുന്ന തക്കാളിയും ക്യാപ്സിക്കവുമെല്ലാം നമ്മളെ ആകർഷിക്കുമെങ്കിലും വേറിട്ട കാഴ്ചയായി നമ്മളെ ആകർഷിക്കുന്നത് സാഗർ വളർത്തുന്ന കോഴികളാണ്. കേരളത്തിന്റെ സാഹചര്യത്തിൽ വീട്ടുമുറ്റത്ത് ഓടി നടക്കുന്ന കോഴികൾ പതിവ് കാഴ്ചയാണെങ്കിലും പ്രവാസിയുടെ ചെറുപുരയിടങ്ങളിൽ അവ അത്ര പരിചിതമായ ഒരു കാഴ്ചയല്ല. കുട്ടികൾക്കൊരു നേരം പോക്കിനായി തുടങ്ങിയ ഈ കോഴി വളർത്തൽ ഇന്ന് സാഗറിന്റെ അടുക്കള കൃഷിയിടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. ശാസ്ത്രീയമായി തന്നെ കോഴിയെ വളർത്തുന്ന ഇദ്ദേഹം കുട്ടികൾക്ക് ഒരു ഹോബി എന്ന നിലയിൽ ചെയ്യാവുന്നത് തന്നെയാണ് കോഴി വളർത്തൽ എന്ന് അഭിപ്രായപ്പെടുന്നു. കോഴി നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ബ്രീഡാണ് ഇല്ല. ഇറ്റ്സ് നമ്മൾ വൈറ്റ് എന്താ എന്ന് പറഞ്ഞാൽ നാടൻ കോഴി, നമ്മുടെ നാട്ടിലെ കോഴി മാതിരി അങ്ങനത്തെ ഒരു ഫ്രീ റേഞ്ച് കോഴിയാണ് നമ്മൾ മേടിക്കുന്നത്. സോ ഇറ്റ്സ് ദിസ് നോ പർട്ടിക്കുലർ ബ്രീഡ് എനിത്തിങ്. ഇറ്റ്സ് ജസ്റ്റ് നോർമൽ നാടൻ കോഴി അങ്ങനത്തെ കോഴി. പിന്നെ അതിൻ്റെ കൂടെ ആക്ച്വലി ദർസ് ലോട്ട് ഓഫ് ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ
വളർത്താം, അല്ലെങ്കിൽ നമ്മളൊരു ഓപ്പൺ സ്പേസിൽ ഒരു നെറ്റ് കെട്ടിയിട്ട് അതുപോലെ വളർത്താം. സോ ഇനീഷ്യലി ഞാൻ കൂട് മേടിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ചെടികളും അങ്ങനത്തെ സാധനം ഉണ്ടെന്ന് ഇവർ വെളി ഇറങ്ങി അതെല്ലാം നശിപ്പിക്കുമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കൂട് മേടിച്ച് ചെയ്തായിരുന്നു. കൂട് മേടിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഇച്ചിരി വെബിൽ സെർച്ച് ചെയ്തപ്പം ഇവിടുത്തെ ഒത്തിരി പെറ്റ് സ്റ്റോക്ക് കടയിലും ബണ്ണീസിലെല്ലാം ഉണ്ട്. ബട്ട് ഇറ്റ് വാസ് ബിറ്റ് എക്സ്പെൻസീവ്. എന്നാൽ ഞാൻ ഇബേയിൽ നോക്കിയപ്പോൾ ഇബേയിൽ അതിൻ്റെ ഓൾമോസ്റ്റ് 75% നമുക്ക് കിട്ടും. വലിയ നമുക്ക് സ്വന്തമായിട്ടും ചെയ്യാം. ഈ നമ്മുടെ ഈ ഫുഡ് പാലറ്റ് അതിൻ്റെ അതെല്ലാം ആ തടി എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നല്ല ബോക്സ് ഉണ്ടാക്കി ചെയ്യാൻ. ഇത് നമ്മൾ കോഴിയുടെ കൂട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ താഴെ നമ്മൾ ബേസായിട്ട് നമ്മൾ ഷുഗർ കെയിൻ മൽച്ചിട്ടാൽ എൻ്റെ മെന്യൂർ അതിൻ്റെ കൂടെ അബ്സോർവ് ചെയ്യും. ഒരു മാസത്തിൽ ഒരിട്ടം മൽച്ച് നമ്മൾ എടുത്തിട്ട് ഒരു വലിയൊരു കമ്പോസ്റ്റ് ബിൻ ഉണ്ടെങ്കിൽ അതിനകത്ത് അത് ഡംപ് ചെയ്തിട്ട് അതിനകത്ത് വെച്ച് വെള്ളം ഒഴിച്ച് ലൈക്ക് സ്പ്രിങ്കിൾ ചെയ്താൽ എൻ്റെ സയൻറ്റിഫിക് റീസൺ എന്ന് പറഞ്ഞാൽ കോഴിയുടെ ചിക്കൻ മെന്യൂസ് ഭയങ്കര നൈട്രോജൻ ഹൈലി നൈട്രോജസാണ്. അത് നമ്മൾ നേരെ ചെടിയിൽ ഇട്ടാൽ ചെടി കരിഞ്ഞു പോകും. സോ നമുക്കത് ബ്രേക്ക് ഡൗൺ ചെയ്യണം. ബ്രേക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ കമ്പോസ്റ്റ് ബില്ലിൽ ഇട്ടിട്ട് ഒരു വർഷത്തിൽ അതിനകത്ത് കിടക്കണം ഒരു കമ്പോസ്റ്റ് ബില്ലിൽ. അത് നമ്മൾ നടക്കും ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 ആഴ്ചയിലോട്ട് അതിനകത്ത് വെള്ളം തളിച്ചിട്ട് അത് തന്നെ തന്നെ സ്ലോലി ബ്രേക്ക് ഡൗൺ. നമ്മൾ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് അത് വൺ ഓഫ് ദ ബെസ്റ്റ് മെന്യൂർ ഫോർ യുവർ വെജീസ് ഓർ നമ്മുടെ പ്ലാന്റ്സിനെല്ലാം. സോ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്കത് ഉപയോഗിക്കാം. ബേസിക്കലി 9 months, ബട്ട് സേഫ് സൈഡിൽ ഒരു വർഷം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗിക്കാം. കോഴി വളർത്തലിനും പച്ചക്കറി കൃഷിക്കും പുറമെ ആപ്രിക്കോട്ട്, പ്ലം, നെക്ടറീൻ, പീച്ച്, ലെമൺ, ആപ്പിൾ, പെയർ എന്നീ ഫലവൃക്ഷങ്ങളും സാഗർ വളർത്തുന്നു. അവയുടെ ശാസ്ത്രീയ പരിപാലനത്തെക്കുറിച്ച് അദ്ദേഹം വിശദീകരിക്കുന്നു. ഇതെല്ലാം ഒരു ഡെസിഡിയസ് പ്ലാൻ എന്ന് പറയുന്നത്. ഞാൻ ഇത് വിൻ്റർ ആകുമ്പോൾ ഇത് ലീവ് ഷെഡ് ചെയ്യും. പിന്നെ നമ്മൾ വിൻ്ററിലാകുമ്പോൾ ഇതിനെ പ്രൂൺ ചെയ്യണം. പ്രൂൺ ചെയ്യുന്ന റീസൺ ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രൂൺ ചെയ്തെങ്കിൽ ഇത് ഒത്തിരി വലുതാവും, ഒരു 5-6 മീറ്റർ വലുതാവും. അത്ര വലുതാവുമ്പം അല്ലെങ്കിൽ അതിൻ്റെ മുകളിലെല്ലാം ഫ്രൂട്ട് ആയാൽ നമ്മൾ പറിക്കാൻ പറ്റില്ല. അത് നമുക്കൊരു 3 അല്ലെങ്കിൽ 4 മീറ്ററിൻ്റെ ഹൈറ്റിൽ വരെ എപ്പോഴും അതിന് പ്രൂൺ ചെയ്ത് വെച്ചേക്കണം. അതായത് എല്ലാ വർഷവും നമുക്ക് അതിനകത്ത് ഒത്തിരി ഇത് കിട്ടും. അത് പ്രൂൺ നമ്മൾ വിൻ്ററിൽ ചെയ്യണം. വിൻ്ററിൽ ചെയ്തിട്ട് ഒരു ലൈം സൾഫർ എന്ന് പറഞ്ഞിട്ട് സാധനം കിട്ടും. അതിനകത്ത് എല്ലാം സ്പ്രേ ചെയ്യണം. അത് സ്പ്രേ ചെയ്തില്ലെങ്കിൽ എന്താ വിൻ്ററിൽ ചെയ്യുമ്പോൾ അത് ഫ്രോസ്റ്റ് അടിക്കും. ഫ്രോസ്റ്റ് പ്രൂൺ ചെയ്ത സ്ഥലത്ത് ഫ്രോസ്റ്റ് അടിച്ച ചാൻസസ് ദാറ്റ് മരത്തിനത് കിൽ ചെയ്യുന്നു. സോ അതുകൊണ്ട് ലൈം സൾഫർ ഇട്ട ഇറ്റ് സ്റ്റോപ്സ് ടു കില്ലിങ് ദ പ്ലാന്റ്. അങ്ങനെ വിൻ്ററിൽ അങ്ങനെ ചെയ്ത് സ്പ്രിങ് ആകുമ്പോൾ അത് ഫ്ലവേഴ്സ് വന്നിട്ട് ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ എല്ലാം ഫ്രൂട്ട്സ് വരും. മണ്ണും മരങ്ങളും കൃഷിയുമെല്ലാം അനുദിനം നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലത്ത് തങ്ങളുടെ പുരയിടങ്ങളിൽ ഹരിതശോഭ പരത്തുന്ന ഇവരുടെ പ്രവർത്തനങ്ങൾ നമുക്ക് മാതൃകയാവുകയാണ്. കമ്പ്യൂട്ടറും ഫേസ്ബുക്കുമായി സാങ്കല്പിക ലോകത്ത് അഭിരമിക്കുന്ന അനവധി പ്രവാസികൾക്ക് മണ്ണിന്റെ ജൈവികതയിലേക്കുള്ള പിൻവിളികളാണ് ഇവരുടെ ചെറുതെങ്കിലും സുന്ദരവും മഹത്തരവുമായ കാർഷിക പ്രവർത്തനങ്ങൾ. ഇബ്രാഹിം കുട്ടിക്കും സാഗറിനും കയ്യൊപ്പിന്റെ ആശംസകൾ. അടുക്കളത്തോട്ടത്തിൽ നിന്ന് നമുക്കിനി അടുക്കളയിലേക്ക് വരാം. കേരളീയ വിഭവങ്ങൾക്ക് വളരെയേറെ പെരുമയുണ്ടെങ്കിലും പല വിഭവങ്ങളുടെയും പാചകം വളരെയേറെ ശ്രമകരവുമാണ്. ക്ലോക്ക് നോക്കി ജീവിതം ക്രമീകരിക്കുന്ന പ്രവാസികളായ മലയാളി സ്ത്രീകൾക്ക് എളുപ്പത്തിലുണ്ടാക്കാവുന്ന ചില വിഭവങ്ങൾ പരിചയപ്പെടുത്തുകയാണ് ഇവിടെ. ഒരു പപ്പടം കാച്ചുന്ന ലാഘവത്തോടു കൂടി പാചകം ചെയ്യാവുന്ന പരിപാടികളുമായി ക്വിക്ക് ഡിലൈറ്റ്സ് എന്ന സെഗ്മെൻറ്റ്. നമസ്കാരം. ക്വിക്ക് ഡിലൈറ്റ്സ് എന്ന പങ്ക്തിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് നമ്മൾ നോക്കുന്നത് വൈകിട്ട് സ്കൂളിൽ വിട്ട് വരുന്ന പിള്ളേർ പെട്ടെന്ന് വന്നിട്ട് അമ്മയെ എനിക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോൾ അമ്മമാർക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു കേക്ക് പോലത്തെ ഒരു മഫിനാണ്. രണ്ടാമത്തത് രാത്രി കഴിക്കാൻ പറ്റിയ ഒരു ഡെസേർട്ടും. അതിനുവേണ്ടി നമ്മുടെ കൂടെ നിന്നുള്ളത് ഡള്ളപ്പിൽ താമസിക്കുന്ന റഹീന മുനീറാണ്. നമസ്കാരം റഹീന. നമസ്കാരം മാഷെ. നമ്മളിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഒരു 3 minute മൈക്രോവേവ് മഫിനാണ്. മെയിനായി നമുക്ക് വേണ്ടത് 3 tablespoon സെൽഫ് റൈസിംഗ് ഫ്ലോർ, 3 tablespoon ഷുഗർ, 2 tablespoon കൊക്കോ പൗഡർ,
3 tablespoon oil, Okay. 3 tablespoon milk, Okay. and a pinch of salt and a drops of vanilla essence. Plain flour use ചെയ്യുകയാണെങ്കിൽ ഒരു കുറച്ച് ബേക്കിംഗ് സോഡ ചേർക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഇനി നമുക്ക് ഈ മഫിൻ എങ്ങനെ ഉണ്ടാക്കാം എന്ന് നോക്കാം അല്ലേ? നമുക്കിതിനൊരു ജസ്റ്റ് ഒരു മഗ്ഗിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. ഒരുപാട് പാത്രങ്ങൾ വലിച്ചിടുകയോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് മിക്സ് ചെയ്യാം. ഓക്കെ. ആദ്യം നമ്മൾ സെൽഫ് റൈസിങ് ഫ്ലോർ മഗ്ഗിലോട്ട് ഇടുന്നു. അതിനുശേഷം നമ്മൾ ഷുഗർ ഇടുന്നു. നമ്മളിവിടെ ആദ്യം എല്ലാം പൗഡർ ഇൻഗ്രീഡിയൻസ് ആണ് ഇടുന്നത്. ഇത് 2 tablespoon കൊക്കോ പൗഡർ ഇട്ടു. അതിനുശേഷം നമുക്ക് ഓയിൽ ഒഴിക്കണം. ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ച് മിക്സ് ചെയ്യേണ്ടതാണ്. പാല് മെല്ലെ ഒഴിച്ച് അതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്യുക. ഒരു ലേശം ഉപ്പിടുന്നത് നല്ലതായിരിക്കും, ഒരു ചെറിയ സ്വാദിന് വേണ്ടി. പിന്നെ നമുക്ക് വാനില എസൻസ് കൂടി ചേർക്കാം. ഒരു 2-3 ഡ്രോപ്സ് മതിയായിരിക്കും. നമ്മളിപ്പോൾ ഇത് മൈക്രോവേവിലോട്ട് വെക്കുകയാണ്. ഓക്കെ, എത്ര മിനിറ്റ് ആണ് മൈക്രോവേവിൽ വെക്കേണ്ടത്? 3 മിനിറ്റ് വെച്ചാൽ മതി. 1.5 മിനിറ്റ് കഴിഞ്ഞ് അത് കുക്ക്ഡ് ആയോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. സ്വാദിഷ്ടമായ 3 മിനിറ്റുള്ള മൈക്രോവേവ് മഫിൻ തയ്യാറായി കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇനി എന്തുണ്ടാക്കാം? ഇനി നമ്മൾ ഉണ്ടാക്കുന്നത് ഇളനീർ പുഡിംഗ് ആണ്. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ കോക്കനട്ട് ജ്യൂസ്, അതായത് നമ്മുടെ ഇളനീർ വെള്ളം. ഓക്കെ. പിന്നെ ആവശ്യത്തിന് കുറച്ച് ഷുഗർ. പിന്നെ നമ്മൾ ഇവിടെ സെറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് അഗാർ-അഗാറാണ്. ഒരു ക്യാൻ ഇളനീർ വെള്ളത്തിനകത്ത് നമുക്കൊരു 1/4 tablespoon അഗാർ-അഗാർ, പിന്നെ ഞാനൊരു 1 tablespoon ഷുഗർ കൂടി ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. ഇത് ബോയിൽ ചെയ്യുന്നത് അഗാർ-അഗാർ ഒന്ന് നന്നായി ഇതിനകത്ത് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. അത് തിളച്ച് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമുക്കിനി ഇത് നമ്മളുടെ ട്രേയിലോട്ട് ഒഴിക്കാം. അതിനു മുമ്പ് ഇതിലോട്ട് ഒരു ഫ്യൂ ഡ്രോപ്സ് വാനില എസൻസ് ഒഴിക്കുന്നത് നല്ലതായിരിക്കും, ഒരു നല്ല ഫ്ലേവർ കിട്ടാൻ വേണ്ടി. നമുക്കിനി ഇത് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അത് സെറ്റായി കാണാം. നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. ഇത് നമ്മളുടെ കോക്കനട്ട് മിൽക്ക് ആൻഡ് കണ്ടൻസ്ഡ് മിൽക്ക് മിക്സ്ചർ ഒന്ന് ഒഴിച്ച് നല്ല അടിപൊളി. നിങ്ങൾക്ക് ഈ ക്വിക്ക് ബൈറ്റ്സ് എന്ന സെഗ്മെന്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ഞങ്ങളുടെ നമസ്കാരം. ജീവിതം ഒരു യാത്രയാണല്ലോ. ലൈഫ് ഇസ് എ ജേർണി എന്നാണല്ലോ നമ്മൾ പറയാറ്. ഈ യാത്രയിൽ ഇടറി വീഴുന്ന സഹയാത്രികർക്ക് കൈത്താങ്ങായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുണ്ട് ക്യാൻബറയിൽ. ഒരു പറ്റം മലയാളി സുഹൃത്തുക്കളുടെ കൂട്ടായ്മയെക്കുറിച്ചാണ് ഈ കയ്യൊപ്പ്. സഹായ ചാരിറ്റബിൾ ട്രസ്റ്റ്. അവരുടെ പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾക്കൊന്ന് നോക്കാം. ജനുവരിയിലാണ് 7 സുഹൃത്തുക്കൾ ചേർന്ന് ക്യാൻബറയിൽ സഹായ എന്ന സന്നദ്ധ സംഘടന ആരംഭിച്ചത്. സാമ്പത്തികവും സാമൂഹികവും ശാരീരികവുമായ പരാധീനതകൾ അനുഭവിക്കുന്നവർക്കു വേണ്ടി തങ്ങളാലാവും വിധം സഹായം എത്തിക്കുക എന്നതാണ് ഈ സംഘടനയുടെ പ്രഖ്യാപിത ലക്ഷ്യം. ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്ന പരിപാടിയോടെ 2011 ആരംഭിച്ച സഹായയുടെ പ്രവർത്തനങ്ങൾക്ക് വമ്പിച്ച സ്വീകരണമാണ് ക്യാൻബറ മലയാളികളുടെ ഇടയിൽ ലഭിച്ചത്. സഹായയുടെ ആദ്യത്തെ ഒരു ഇവൻറ്റ് 2011 ഞങ്ങൾ വർക്കൗട്ട് ചെയ്തത് ട്യൂൺസ് ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പ്രോഗ്രാം വെച്ചായിരുന്നു ഞങ്ങൾ ഫണ്ട് റൈസിങ് ആക്ടിവിറ്റി നടത്തിയത്. ഞങ്ങൾ ഇത് റിസർച്ച് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്തൊരു സ്ഥാപനമായിരുന്നു സ്നേഹാലയം തൃശ്ശൂർ. അവർക്ക് ഞങ്ങൾ ഈ ആദ്യത്തെ ഇവൻറ്റിൽ ഞങ്ങൾ 1,20,000 രൂപ റേസ് ചെയ്ത് അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ സാധിച്ചു. ഞങ്ങൾക്ക് 2011 മുഹമ്മദ് അൻസാരി എന്ന് പറഞ്ഞൊരു സ്റ്റുഡൻറ്റ് ക്യാൻബറയിൽ മരിക്കുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു രീതിയിലും ഫണ്ടിങ് ഇല്ലാതെ അദ്ദേഹത്തിൻ്റെ ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകാൻ ഒരു വല്ലാത്തൊരു സാഹചര്യത്തിൽ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ സഹായയുടെ ഭാഗത്തുനിന്നൊരു
ഒരു എമൗണ്ട് ഡൊണേറ്റ് ചെയ്യാൻ ഞങ്ങൾക്കിടയായി. ഇത് കൂടാതെ തന്നെ ഞങ്ങൾ 2011 ഈദ് ഫെസ്റ്റിവൽ ഒന്ന് ഒരു റംസാനോട് അനുബന്ധിച്ച് ഒരു സ്റ്റോൾ ഫുഡ് സ്റ്റോൾ ഞങ്ങൾ വെച്ച് അതിലൊരു വലിയൊരു ഇൻസ്പിറേഷനും ഞങ്ങൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തത് ഞങ്ങളുടെ 7 പേരുടെ ഇടയിൽ ഞങ്ങൾ തന്നെ വീട്ടിൽ നിന്നും കുക്ക് ചെയ്ത് ഉണ്ടാക്കിയ സാധനങ്ങൾ അവിടെ കൊണ്ടുപോയി ഈ ഫുഡ് സ്റ്റോളിൽ വെച്ച് ഫണ്ട് റൈസിങ് ചെയ്ത് ഞങ്ങൾ കാശുണ്ടാക്കി. ആൻഡ് വൺ മോർ തിങ്, നമുക്ക് ഇതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് വീണ്ടും ഞാൻ പറയുവാണ്, കാൻബ്രയിൽ നിന്നും ഉള്ള കോൺടാക്ട്സിലാണ് ഈ എല്ലാ പ്രോജക്ട്സും ഞങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതും. ഈവൻ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞ ഈ പ്രീ ലവ്ഡ് ക്ലോത്ത്സ് എത്തിക്കാൻ വേണ്ടിയിട്ട് പോലും കാൻബ്രയിൽ നിന്നുമുള്ള കോൺടാക്ട്സ് ലൈക്ക് യൂഷ ആൻഡ് ഹിസ് പേരൻസ്, മുനീർ ആൻഡ് ഹിസ് പേരൻസ്, ഇവരൊക്കെ നാട്ടിൽ നമുക്ക് വേണ്ടി ഒരു കണക്ഷൻ പോയിന്റ് വെച്ചുകൊണ്ടാണ് നമ്മളെ സഹായിക്കുന്നത്. സോ അവർക്കൊക്കെ അവരുടെ ഫാമിലീസിനൊക്കെ ഞങ്ങളുടെ പ്രാർത്ഥനകളും ഞങ്ങളുടെ സ്നേഹങ്ങളും അറിയിക്കുന്നു. താങ്ക് യു. സഹായയുടെ സഹായഹസ്തം അത് അർഹിക്കുന്നവരിലേക്ക് ഇനിയും കടന്നു ചെല്ലട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കാൻബറയിൽ ഇപ്പോൾ ഇല കൊഴിയുന്ന സമയമാണ്. ഓരോ സീസണിലും പൊഴിഞ്ഞു പോകുന്ന ഇലകൾ പോലെ തൻ്റെ ഓർമ്മകൾ നശിച്ചു പോകാതിരിക്കാനായി, നഷ്ടപ്പെട്ടു പോകാതിരിക്കാനായി മലയാളികൾ ശ്രമിക്കുന്നു. അതിനായി ഊർജം പകരുന്നതാകട്ടെ കാൻബറ മലയാളി അസോസിയേഷൻ എന്നുള്ള കൂട്ടായ്മ. വീണ്ടും അടുത്ത സീസണിൽ കാണുന്നതുവരെ നന്ദി, നമസ്കാരം.